ഇന്ന് നമ്മൾ നോക്കുന്നത് കാസർഗോഡ് LGSനെ കുറിച്ചിട്ടാണ്. കാസർഗോഡ് LGS ഒന്നാം ഘട്ടത്തിലായിരുന്നു കാസർഗോഡിലെ എക്സാം നടന്നതെന്ന് പറയുന്നത്. ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ കട്ട് ഓഫ് ഒരുപാടങ്ങ് ഉയരാനും സാധ്യതയില്ല. കാരണം മുൻവർഷങ്ങളിലെ കട്ട് ഓഫ് വെച്ച് നോക്കിയിട്ടാണ് നമ്മളൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നൊരു കട്ട് ഓഫ് 65 മുതൽ 69 വരെയാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാസർഗോഡ് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് കാസർഗോഡ് ജില്ലയുടെ കഴിഞ്ഞ വർഷത്തെ LGSൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 433 പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ്ട് 433. അതേപോലെ തന്നെ സപ്ലൈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഴവ തീയ കാറ്റഗറിയിൽ നിന്ന് ഏകദേശം 74 പേരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് ഏകദേശം 58 പേരും, ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്ന് ഏകദേശം 56 പേര്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഏകദേശം 71 പേരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ LC കാറ്റഗറിയിൽ നിന്ന് 28 പേരെയും, OBC കാറ്റഗറിയിൽ നിന്ന് 40 പേര്, വിശ്വകർമ്മ ഏകദേശം 14 പേര്, സിഖ് നടാർ 14 പേര്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി അതിൽ നിന്നൊരു 14 പേര്, ധീര ഒരു 15 പേര്, ഹിന്ദു നടാർ 4 പേര്, അതേപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറീസിൽ നിന്ന് ഏകദേശം 13 പേര്, ഹിയറിംഗ് ഇമ്പാക്റ്റ് അത് 10 പേര്, അതേപോലെ തന്നെ ഡിസബിലിറ്റി സെറിബ്രൽ പ്ലാസി അതേപോലെ നിന്ന് 12 പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 236 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതിൽ ജനറൽ കാറ്റഗറിയിൽ നിന്നും OC കാറ്റഗറിയിൽ മെയിൽ 173 വരെയും ഫീമെയിൽ 174 വരെയുമാണ് പോയിരിക്കുന്നത്. ഇനി വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ OC 173 മെയിലും ഫീമെയിൽ 174 വരെയാണ് പോയത്. ഇഴവ കാറ്റഗറിയും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൽ 173 വരെയും ഫീമെയിൽ 163 വരെയുമാണ്. SSC കാറ്റഗറി മറ്റ് ജില്ലകളെ പോലല്ല. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SSC ഇതുവരെ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ST കാറ്റഗറി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറിയും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത്. അത് ഇതുവരെ 305 389 ഒക്കെ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ LC കാറ്റഗറി നോക്കുകയാണെങ്കിൽ അതും ഫീമെയിലിന് മാത്രമേ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മെയിൽ ഇപ്പോഴും 374 ആയിട്ടുള്ളൂ. ഇനി OBC നോക്കുകയാണെങ്കിൽ അത് മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത്. മെയിൽ 167, ഫീമെയിൽ 169 ആയിട്ടുള്ളൂ. വിശ്വകർമ്മ മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത്. സിഖ് നടാർ മെയിൽ കാറ്റഗറി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ഇപ്പോഴും മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത്. അതേപോലെ തന്നെ ഹിന്ദു നടാർ മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SCCC ക്രിസ്ത്യാനിറ്റി കാറ്റഗറി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധീരവ ഇപ്പോഴും മെയിൽ ലിസ്റ്റിൽ നിന്നാണ് 364 ആയിട്ടുള്ളൂ. ഇനി ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ 7, 2024 കാര്യമാണ് നമ്മൾ ഈ നോക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 11, മാർച്ചിൽ 7, ഏപ്രിൽ 5, മെയ്യിൽ 4. ഈ ഒരു 5 മാസത്തെ തന്നെ നോക്കിയാൽ അറിയാം കാസർഗോഡ് ജില്ലയിൽ 10-ൽ താഴെ വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ടഡ് ആവുന്നുള്ളൂ. 5, 4, 7, 10-ന് മേൽ ഒരു മാസം ഫെബ്രുവരിയിൽ മാത്രമേ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. നമുക്ക് ജൂൺ തൊട്ടുള്ള മാസങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഇത് 6 ആയിരുന്നു, ജൂലൈയിൽ 7, ഓഗസ്റ്റിൽ 9, അതേപോലെ സെപ്റ്റംബറിൽ 6, ഒക്ടോബറിൽ 6, നവംബറിൽ 14. ആകെ 2 മാസങ്ങളിൽ മാത്രമേ 10-ന് മേൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ടഡ് ആവുന്ന വേക്കൻസി കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും അഡ്വൈസ് മാത്രം പോയത്. ഈ 11 മാസത്തെ വെച്ച് നമ്മളൊരു ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി കാസർഗോഡ് ജില്ലയിൽ 8 ആണ്. എന്തായാലും 10-ൽ താഴെ മാത്രമേ റിപ്പോർട്ടഡ് ആകുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയൊരു അടുത്ത 3 വർഷം എന്ന് വെച്ചാൽ 18 ജൂലൈ വരെയാണ്, 2025 വരെയാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി. അത് കഴിഞ്ഞിട്ടുള്ള 3 വർഷ കാലയളവിൽ ഏകദേശം ഒരു വർഷം 100-നകത്ത് വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ടാവാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു 3 വർഷം നോക്കിയാലും അടുത്ത ഒരു 300 വേക്കൻസികളോളം മാത്രമേ കാസർഗോഡ് ഒരു 3 വർഷം കൊണ്ട് റിപ്പോർട്ടഡ് ആകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ലിസ്റ്റിൻ്റെ ചുരുങ്ങിയൊരു ലിസ്റ്റ് തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഉള്ള 433 മെയിൻ ലിസ്റ്റ് ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റ് പോലെ വലിയൊരു ലിസ്റ്റ് ആയിരിക്കില്ല. ഒരു 350-നകത്തുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും നമ്മൾ കാസർഗോഡ് ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും വളരെ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് കാസർഗോഡ് ജില്ലയിൽ പ്രതീക്ഷിക്കേണ്ട. ഓരോ മാസവും റിപ്പോർട്ടഡ് ആകുന്ന വളരെ തുച്ഛമായ വേക്കൻസികളാണ്. അതുകൊണ്ട് 10th പ്രിലിമിനറി എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ കാസർഗോഡ് LGS എക്സാം എഴുതി എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.